أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. هل أتاك حديث الغاشية وجوه يومئذ خاشعة عاملة ناصبة تصلى نارا حامية تسقى من عين آنية ليس لهم طعام إلا من ضريع لا يسمن ولا يغني من جوع. സദഖല്ലാഹുൽ അസീം. പ്രിയപ്പെട്ടവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തുൽ ഗാശിയയിലെ ആദ്യത്തെ 7 ആയത്തുകളാണ് ഓതി വെച്ചത്. അർത്ഥം ശ്രദ്ധിക്കുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഹൽ അതാക ഹദീസുൽ ഗാശിയ. ഹൽ അതാക, താങ്കൾക്ക് വന്നു കിട്ടിയിട്ടുണ്ടോ? ഹദീസുൽ ഗാശിയ, മൂടുന്ന ആ സംഭവത്തെ സംബന്ധിച്ചുള്ള വർത്തമാനം. വുജൂഹുൻ യൗമഇദിൻ ഖാശിഅ. വുജൂഹുൻ, ചില മുഖങ്ങൾ. യൗമഇദിൻ, അന്നത്തെ ദിവസം. ഖാശിയ, ഖുശൂഅ് ചെയ്യുന്ന അഥവാ താണു കേണു നിൽക്കുന്ന അവസ്ഥയിലായിരിക്കും. ആമിലത്തുൻ നാസിബ. ആമിലത്തുൻ, ഒരുപാട് പണിയെടുത്തവയായിരിക്കും. നാസിബ, ക്ഷീണിച്ച അവസ്ഥയിലായിരിക്കും. തസ്ല നാറൻ ഹാമിയ. തസ്ല, അത് പ്രവേശിപ്പിക്കപ്പെടും. നാറൻ, തീയിൽ. ഹാമിയ, ചുട്ടുപൊള്ളുന്ന. തുസ്കാ മിൻ ഐനിൻ ആനിയ. തുസ്കാ, അത് കുടിപ്പിക്കപ്പെടും. മിൻ ഐനിൻ, ഒരു അരുവിയിൽ നിന്ന്. ആനിയ, തിളച്ചു മറയുന്ന. ലൈസലഹും ത്വആമുൻ ഇല്ലാ മിൻ ളരീഅ. ലൈസലഹും, അവർക്കുണ്ടാവുകയില്ല. ത്വആമുൻ, ഭക്ഷണം. ഇല്ലാ മിൻ ളരീഅ, മുൾച്ചെടിയിൽ നിന്നല്ലാതെ. ലാ യുസ്മിനു വലാ യുഗ്നി മിൻ ജൂഅ. ലാ യുസ്മിനു, അത് തടിപ്പിക്കുകയില്ല. വലാ യുഗ്നി മിൻ ജൂഅ, വിശപ്പടക്കാൻ അത് പര്യാപ്തവും ആവുകയില്ല. വിശുദ്ധ ഖുർആൻ ഇവിടെ വിവരിക്കുന്നത് ഹൽ അതാക ഹദീസുൽ ഗാശിയ, മൂടുന്ന സംഭവത്തെക്കുറിച്ച് താങ്കൾക്ക് എന്താണ് അറിയിച്ചു തന്നിട്ടുള്ളത്? എന്താണ് താങ്കൾക്ക് ഇതിനെപ്പറ്റി അറിയാം? മൂടുന്ന സംഭവം എന്ന് പറഞ്ഞാൽ അവിശ്വാസികളെ ശിക്ഷ കൊണ്ട് മൂടുന്ന ദിവസം എന്നാണ് ഖുർആൻ വ്യാഖ്യാതാക്കൾ അർത്ഥം പറഞ്ഞിട്ടുള്ളത്. പുറത്തു പോകാൻ പറ്റാതെ ശിക്ഷ അനുഭവിക്കുന്ന ഒരു സമയം, ഒരിക്കലും പുറത്തേക്ക് പോകാൻ പറ്റാതെ ശിക്ഷ അനുഭവിച്ചുകൊണ്ടേയിരിക്കുന്ന ആ ഒരു ദിവസം, അതിനെപ്പറ്റി താങ്കൾക്ക് എന്താണ് അറിയാം? വുജൂഹുൻ യൗമഇദിൻ ഖാശിഅ. അന്ന് ചില മുഖങ്ങൾ വളരെ താഴ്ന്നു കിടക്കുന്ന അവസ്ഥയിലായിരിക്കും. ഖുശൂഅ് കാണിക്കുന്ന, വിനയം കാണിക്കുന്ന അവസ്ഥയിലായിരിക്കും. ഇവിടെ നിഗളിച്ച് നടന്ന ആളുകൾ, സത്യവിശ്വാസികളെ അങ്ങേയറ്റം ക്ഷീണിപ്പിച്ച ആളുകൾ, വല്ലാതെ പ്രയാസപ്പെടുത്തിയ ആളുകൾ, അന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ നരകത്തിൽ, ചുട്ടുപൊള്ളുന്ന നരകത്തിൽ പ്രവേശിപ്പിച്ചുകൊണ്ട് അവരതിൽ നിന്ന് പുറത്തേക്ക് കടക്കാൻ ശ്രമിക്കുമ്പോഴൊക്കെ വീണ്ടും വീണ്ടും അവരതിലേക്ക് തന്നെ തള്ളിവിട്ടുകൊണ്ട്, അവരുടെ കയ്യിലും കാലിലും ചങ്ങലുകൾ പിടിപ്പിച്ചുകൊണ്ട്, ഇവിടെ അവരെന്തുമാത്രം ഉയരത്തിലായിരുന്നോ, ഇവരെന്തുമാത്രം മറ്റുള്ള ആൾക്കാരെ അവർ പീഡിപ്പിച്ചുകൊണ്ടാണോ നടന്നത്, അതേ രൂപത്തിൽ പീഡിപ്പിച്ചുകൊണ്ട്, വല്ലാതെ വിഷമിച്ച് കൈക്കും കാലിലും ചങ്ങലയിട്ടുകൊണ്ട് അവരെ ആകെ അസ്വസ്ഥമാക്കുന്ന, വിനയാന്വിതരാക്കുന്ന ഒരവസ്ഥയിലായിരിക്കും ആ പരലോകത്ത് അള്ളാഹു സംജാതമാക്കുന്നത്. വുജൂഹുൻ യൗമഇദിൻ ഖാശിഅ. അപ്പോൾ ചില മുഖങ്ങൾ, ചില ആളുകൾ അങ്ങേയറ്റം താഴ്മ കാണിക്കുന്ന അവസ്ഥ. ആമിലത്തുൻ നാസിബ,
പണിയെടുത്ത് ക്ഷീണിച്ച പോലെയാണ്. കണ്ടിട്ടുണ്ടെങ്കിൽ തന്നെ അറിയാം അവർക്ക് അങ്ങേയറ്റം ക്ഷീണിച്ചിട്ടുണ്ടെന്ന്. കാരണം ഇവിടെ വളരെ പൊങ്ങച്ചം കാണിച്ച് ഉയരം കാണിച്ച് നടന്ന ആളുകൾ അവിടെ എത്തുന്നതോടുകൂടി തന്നെ അവരുടെ മുഖത്ത് നിന്നത് തെളിയും. കാരണം അവർക്ക് അങ്ങേയറ്റത്തെ ക്ഷീണമാണ്. മാനസികമായ അവർക്ക് ക്ഷീണമാണ്, ശാരീരികമായ അവർക്ക് ക്ഷീണമാണ്. ആ ക്ഷീണിച്ച് വലഞ്ഞ ഒരവസ്ഥ, പണിയെടുത്ത് ക്ഷീണിച്ച പോലെയാണ് അവർ അവിടെ എത്തുക എന്നർത്ഥം. ദുനിയാവിൽ കാഫറുകൾ അള്ളാഹുവിനെ ആരാധിക്കാതെ അഹങ്കാരികളായി നടക്കിയിരുന്നു. അതിന് പകരമായിട്ട് ആഖിറത്തിൽ അവർക്ക് ഈ നിന്ദ്യതയാണ് അള്ളാഹു പ്രതിഫലമായിട്ട് നൽകുന്നത്. തസ്വലാ നാറൻ ഹാമിയ, ചുട്ടുപൊള്ളുന്ന തീയിൽ അവർ പ്രവേശിപ്പിക്കപ്പെടും. നരകത്തിൽ, അഥവാ ഹാമിയ എന്ന് പറഞ്ഞാൽ തന്നെ കത്തിച്ചിട്ട് വളരെ നേരമായതിനാൽ ഭയങ്കരമായ ചൂടുള്ളത്, അങ്ങേയറ്റം ചൂടുള്ള ഒരവസ്ഥയിലായിരിക്കും അവർക്കുണ്ടാവുക. അതിന് തുല്യമായിട്ട് മറ്റൊരു ചൂടുണ്ടാവില്ലെന്നാണ്. ചുട്ടുപഴുത്ത് അള്ളാഹുവിൻ്റെ ശത്രുക്കളുടെ മേൽ ആളിക്കത്തുന്ന തീ എന്നും ചില മുഫസ്സിറുകൾ ഇതിനർത്ഥം പറഞ്ഞിട്ടുണ്ട്. തുസ്കാമിൻ ഐനിൻ ആനിയ, ഇങ്ങനെയൊക്കെ നിൽക്കുന്ന നരകത്തിൽ അവർക്ക് എന്താ കുടിക്കാൻ കിട്ടുക? അവർക്ക് കുടിക്കാൻ കിട്ടുക തുസ്ക, അവർ കുടിപ്പിക്കപ്പെടും. മിൻ ഐനിൻ ആനിയ, തിളച്ച് മറിയുന്ന പാനീയമായിരിക്കും അവർക്ക് കുടിക്കാൻ കിട്ടുക. അപ്പോൾ ഉള്ളിലേക്ക് കുടിക്കാൻ കൊടുക്കുന്നതാകട്ടെ അങ്ങേയറ്റം തിളച്ചിട്ടുള്ള ആ തരത്തിലുള്ള പാനീയമായിരിക്കും ഉണ്ടാവാം. ഭക്ഷണമായിട്ടോ ലൈസലഹും ത്വാമുൻ, അവർക്ക് ഭക്ഷണമില്ല. ഇല്ലാമിൽ നെരിയൾ, കള്ളിമുള്ള് ചെടിയല്ലാതെ, ആകെ മുള്ളുള്ള ചെടി. ആ ചെടി വിശന്ന് വലയുന്ന സമയത്ത് എന്തെങ്കിലും തിന്നണ്ടെന്ന് വിചാരിച്ച് അവർ ഇത് കഴിക്കും. ആ കഴിക്കുന്ന അവസ്ഥയിൽ അങ്ങേറ്റത്തെ കയ്പുള്ള, മേലാസകലം അവിടെ കുത്തുന്ന അത്രയും പ്രയാസമുള്ള ആ മുള്ള് ആണ് അവർക്ക് തിന്നാണ്ടാവുക. വേറൊന്നും ഭക്ഷിക്കാനില്ല. അത് കഴിച്ചു കഴിഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും ഒരു ആശ്വാസം അതിൽ നിന്നുണ്ടാവുമോ? ലാ യുസ്മിനു വലാ യുഗ്നീമിൻ ജൂഅ്. അത് ഭക്ഷണം കഴിച്ചാൽ എന്താവുക? തടിക്കും, അല്ലെങ്കിൽ ശരീരത്തിൽ കൊഴുപ്പുണ്ടാകും, അല്ലെങ്കിൽ ശരീരത്തിന് ക്ഷീണം മാറും. ഇതവിടെ ഒന്നുമില്ല. ലാ യുസ്മിനു, അത് തടിപ്പിക്കില്ല, പോഷകാവസ്ഥയിലുള്ളതല്ല. വലാ യുഗ്നീമിൻ ജൂഅ്, എന്നാൽ വിശപ്പടക്കാൻ പറ്റുമോ? അതിനും പറ്റില്ല. വിശപ്പടക്കാൻ കഴിയില്ല, ശരീരത്തിന് പുഷ്ടി ഉണ്ടാക്കാൻ പറ്റില്ല. ആ രൂപത്തിലുള്ള കള്ളിമുൾ ചെടിയാണ് ആ ആളുകൾക്ക് തിന്നാൻ കിട്ടുക. അതുപോലെ തന്നെ തിളച്ച് മറിയുന്ന ഒരു തരം പാനീയമായിരിക്കും കുടിക്കാൻ കിട്ടുന്നുണ്ടാവുക. ദുർഗന്ധമുള്ള ഒരു തരം പാനീയമായിരിക്കും കുടിക്കാൻ കിട്ടുക. അപ്പോൾ ഈ ലോകത്ത് സത്യവിശ്വാസികൾ എത്രമാത്രം പ്രയാസപ്പെടുന്നോ അതിൻ്റെ ഇരട്ടിയായി അവർക്ക് ആശ്വാസവും അതേപോലെ തന്നെ ഏറ്റവും സൗകര്യങ്ങളും കിട്ടുമ്പോൾ ഈ ലോകത്ത് ആർമാദിച്ച് നടന്ന സത്യനിഷേധികളായ ആളുകൾ, അവരെ സംബന്ധിച്ചിടത്തോളം അവരങ്ങേറ്റത്തെ പരിക്ഷീണിതരായിട്ട് ബുദ്ധിമുട്ടും പ്രയാസവുമായിട്ട് അവരങ്ങനെ മുന്നോട്ട് നീങ്ങേണ്ടി വരും. മാത്രമല്ല ഇവിടുത്തെ ഒരു ദിവസം പരലോകത്തൊരു ദിവസവുമായിട്ട് താരതമ്യം ചെയ്യാൻ തന്നെ പാടില്ല. പരലോകത്തെ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ കാന മിഖ്ദാറുഹു അൽഫ സനത്തിൻ മിമ്മാ തഅഉദൂൻ, നിങ്ങൾ ഇവിടെ എണ്ണിക്കണക്കാക്കുന്ന 1000 കൊല്ലത്തിന് സമാനമാകുന്നു പരലോകത്ത് ഒരു ദിവസം. ഈ ലോകത്ത് നമ്മൾ കണക്കാക്കുന്ന 1000 കൊല്ലം, ആ ഒരു ദിവസം അവിടെ തള്ളി നീക്കണമെങ്കിൽ ഈ ലോകത്ത് നമ്മൾ കണക്കാക്കുന്ന 1000 കൊല്ലത്തിൻ്റെ അത്രയും ദൈർഘ്യമുള്ള ആ ഒരു ദിവസമാണ്. അഥവാ 1000 കൊല്ലത്തോളം അത്രയും ദൈർഘ്യമുള്ള ഒന്നാണ്. അത്രയും വലിയ പകലും അത്രയും വലിയ രാവുമാണ് ഒരു ദിവസം എന്ന് പറഞ്ഞാൽ. ഒരു ദിവസത്തെ ശിക്ഷ പോലും പരലോകത്ത് സഹിക്കാൻ കഴിയില്ല. അതുകൊണ്ട് സത്യവിശ്വാസികളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം വിശ്വാസത്തിന് മാർഗം മുറുകെ പിടിച്ചുകൊണ്ട് ഇവിടെയുള്ള പ്രയാസങ്ങളും ദുരിതങ്ങളും കഷ്ടപ്പാടുകളുമൊക്കെ വരാനിരിക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ വിഭവങ്ങൾക്ക് നന്ദിയാവാൻ കെൽപ്പുള്ളതാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് വിശ്വാസത്തിന് മാർഗം മുറുകെ പിടിച്ച് മുന്നോട്ട് പോകുക. റബ്ബ് സുബ്ഹാനഹു വ തആല 2 ലോകത്ത് വിജയിച്ച ആളുകളുടെ കൂട്ടത്തിൽ നമ്മളെയും നമ്മുടെ മാതാപിതാക്കളെയും ഒക്കെ പ്രവേശിപ്പിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിന്ന് വന്നു പോയല്ല ചെറുതും വലുതുമായ ദോഷങ്ങൾ അല്ലാഹു വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.